പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ പരിഹാസ പരാമർശത്തിൽ നിലപാട് ഘടിപ്പിച്ച് ഇന്ത്യ. പരാമർശത്തിൽ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ മാലദ്വീപ് സ്ഥാനപതിയെ ഇന്ത്യ വിളിച്ചുവരുത്തി. ഇബ്രാഹിം ഷഹീവ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തുന്നതും കുറച്ചു സമയത്തിന് ശേഷം തിരിച്ചുപോകുന്നതുമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിലാണ് അദ്ദേഹം എത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെക്കുറിച്ച് മാലദ്വീപ് ഉപമന്ത്രിയും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരും പരിഹാസ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച വൻ തർക്കം ഉടലെടുത്തിരുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മാലദ്വീപ് സ്ഥാനപതിയോട് പ്രധാനമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വിദ്വേഷ പരാമർശത്തോടുള്ള രാജ്യത്തിന്റെ അതൃപ്തി അറിയിച്ചിരുന്നു. പരാമർശം വിവാദമായതിന് പിന്നാലെ മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ മറിയം ഷീന, അബ്ദുള്ള മഹ്സൂം മജീദ്, മൽഷ ഷെറീഫ് എന്നീ മന്ത്രിമാരെ മാലദ്വീപ് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായ പരാമർശം വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും രാജ്യത്തിന്റെ നയമല്ലെന്നും ഭരണകൂടം ഔദ്യോഗിക പ്രസ്താവനയിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഒട്ടും മടിക്കില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയായിരുന്നു മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത്.